ഈ 143 സങ്കീർത്തനമാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഹൃദയത്തിലേക്ക് ദൈവം കടത്തിവിട്ടു. അതിനെ കടക്കുന്നതിന് മുമ്പായി ഒരു വാക്ക് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസന്മാരും നിയമങ്ങളും എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിങ്ങളുടെ അഡ്മിഷന് വേണ്ടി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാൻ പോകുന്നവർക്കും ദൈവം അവസരം ഒരുക്കി. വിവിധ നിലകളിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച, അതിന്റെ പിന്നിൽ പ്രയത്നിച്ച പേരുകളുണ്ട്. എല്ലാ പേരുകളും എടുത്തു പറഞ്ഞ് ഏതെങ്കിലും പേരുകൾ വിട്ടുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ പേരുകൾ ഞാൻ പറയുന്നില്ല. അനുഗ്രഹിക്കട്ടെ. 143 സങ്കീർത്തനം വളരെ കൃത്യമായ ഒരു സങ്കീർത്തനമാണ്. ഒരു വളരെ വേദനയുടെ ഒരു കരച്ചിലാണ് ഈ സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്റെ പ്രാർത്ഥന കേട്ടന്റെ യാതനകൾക്ക് ചെവി തരണം. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്താണെന്ന് സങ്കീർത്തനക്കാരനോട് പറയുന്നുണ്ട്. മൂന്നാം വാക്യം എന്താ പറയുന്നത്? ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചതിന്റെ എവിടം വരെ ഉപദ്രവിച്ചു? അടുത്തത് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവാണ്. 3 സ്റ്റേജുകളിലേക്കാണ് സങ്കീർത്തനക്കാരൻ മാറ്റപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ശത്രു തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഉപദ്രവിച്ചിരിക്കുന്നു. ഇനി ആ ഉപദ്രവം കൊണ്ട് തീർന്നില്ല. എനിക്ക് എന്റെ കാലൂന്നി നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ എന്നെ നിലത്തിട്ടു. അടുത്തത് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്, പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ശത്രുവിന്റെ ഉപദ്രവം ഉണ്ടെന്നോ പോരാട്ടം ഉണ്ടെന്നോ ഇന്നാരും നമ്മളോട് പറയുകയും അത് കേട്ടിട്ട് നാം ഭയപ്പെടുകയും വ്യാകുലപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭക്തന്മാരുടെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏതൻ തോട്ടത്തിനകത്ത് ശത്രു കയറി, പിന്നെ ഇവിടെ കയറാത്തത്. ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ച 2 മനുഷ്യരെ സുരക്ഷിതമായി പാർപ്പിക്കാൻ ദൈവത്തിന്റെ സൃഷ്ടി പരിധിക്കകത്ത് ദൈവം സൃഷ്ടിച്ച ഏതൻ തോട്ടത്തിനകത്ത് വിശാലി കയറിയെങ്കിൽ പിന്നെ എവിടെ കയറാൻ സാധ്യതയില്ലാത്തത്. പ്രിയരെ, അതുകൊണ്ട് അതോർത്ത് നമ്മളാരും വ്യാകുലപ്പെടേണ്ട. ഇന്ന് പകൽ കേട്ടതുപോലെ കർത്താവും നമ്മളും തമ്മിൽ വലിയ അകലമില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ശത്രു നമ്മെ ആക്രമിക്കാൻ വരുമ്പോൾ, ശത്രുവിന്റെ കരം നമ്മുടെ മേലേക്ക് വരുന്നു എന്ന് തോന്നുമ്പോൾ ദൈവത്തിന് വേഗത്തിൽ കയറി തടയത്തക്കവണ്ണം ഞാനും കർത്താവും തമ്മിലുള്ള അടുപ്പം എത്രയും നിലനിർത്തുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ കരം നീട്ടി നമ്മെ പിടിക്കും, നമ്മെ മറയ്ക്കും, ശത്രുവിനെ തകർക്കും. അതാണ് കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഭാരപ്പെടേണ്ട. സങ്കീർത്തനക്കാരനായ അവസ്ഥ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്റെ പ്രാണനെ ഉപദ്രവിച്ചു, നിലത്തിട്ട് തകർത്തു, എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചു. അടുത്തത് അതുകൊണ്ടുള്ള അതിന്റെ അതുകൊണ്ടുള്ള പരിണിത ഫലമാണ് 4ാം വാക്യത്തിൽ കാണുന്നത്. ആകയാൽ എന്റെ മനം എന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? വിഷാദിച്ചിരിക്കുന്നു, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഇത്രയും വാക്യങ്ങൾ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചുള്ള തന്റെ ദൈവത്തോടുള്ള നിലവിളിയാണ്. ഞാനിപ്പോ ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് വ്യക്തമായി സങ്കീർത്തനക്കാരനായ ദാവീദ് അവിടെ പറയുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അത്രയുമൊക്കെ വിഷയങ്ങളെ കണ്ടു കഴിയുമ്പോൾ ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് നാം തള്ളപ്പെട്ട് കഴിയുമ്പോൾ നാം ഉടനെ നിരാശപ്പെട്ട് പറയും, കർത്താവേ, എനിക്കിനി പ്രാർത്ഥിക്കാനും വയ്യ, എനിക്കിനി ഉപവസിക്കാനും വയ്യ, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ഒരു വിടുതലും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്നൊക്കെ വിചാരപ്പെട്ട് നമ്മൾ നിരാശപ്പെട്ടു പോകും. എന്നാൽ ഈ സങ്കീർത്തനം എന്നെ പഠിപ്പിച്ചൊരു പാഠം, ഈ 4ാമത്തെ വാക്യം കഴിയുമ്പോൾ, 4ാമത്തെ വാക്യം കഴിഞ്ഞ് 5ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിരാശപ്പെട്ട പ്രാർത്ഥനയും ദൈവത്തോടുള്ള ബന്ധവും അവസാനിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല അവിടെ കാണുന്നത്. അവൻ പണ്ടത്തെ നാളുകളെ ഓർക്കുകയാണ്. ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ വിഷയങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ അതെങ്ങനെയാണ് മറികടക്കാൻ കഴിഞ്ഞതെന്ന് അയവിറക്കുന്ന ഒരു കാര്യം. ദാവീദിന്റെ ജീവിതത്തിന്റെ വിജയം വേദപുസ്തകത്തിൽ ഞാൻ കണ്ടത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, എപ്പോഴൊക്കെ തനിക്ക് ക്ഷീണം തോന്നുന്നു, എപ്പോഴൊക്കെ തനിക്ക് തന്റെ സാഹചര്യങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ സന്തോഷം തോന്നുന്നു, ഈ 2 എക്സ്ട്രീമിലും 2 ധ്രുവത്തിലും 2 സാഹചര്യങ്ങളിൽ എത്തുമ്പോഴും ഒന്നുകിൽ താൻ മാനസികമായി ക്ഷീണിച്ച് താഴേക്ക് പോയി തളർന്നു പോകുകയോ, ഒന്നുകിൽ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥകളെ ഓർത്ത് തന്റെ ഹൃദയം സന്തോഷിക്കുകയോ ചെയ്യുന്ന ഈ 2 സാഹചര്യങ്ങളിലും അവൻ ദൈവസന്നിധിയിലേക്ക് മാറി മുട്ടുമടക്കിയിട്ട് പറയൂ, കർത്താവേ, ഞാൻ പണ്ട്
നീ എന്നെ നടത്തിയ നാളുകളെ ഓർക്കുന്നു. സന്തോഷത്തിന്റെ അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ വരുമ്പോൾ താൻ ഇരിക്കുന്ന സിംഹാസനത്തെ നോക്കും. തന്റെ ആജ്ഞ അനുസരിക്കുന്ന നൂറുകണക്കിന് ഹല്ലേലൂയ സ്തോത്രം ആജ്ഞാനുവർത്തികൾ തന്റെ ഇടത്തും വലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് രാജ്യത്തിന്റെ അവസ്ഥകൾക്ക് വേണ്ടി, സാഹചര്യങ്ങൾക്ക് വേണ്ടി, ഏത് കാര്യത്തിലും തനിക്ക് അഭിപ്രായം പറയുവാൻ, എല്ലാ അനുകൂലമായ സാഹചര്യങ്ങൾക്കും വേണ്ടി ആജ്ഞാനുവർത്തികളായി തന്റെ ഒരു അക്ഷരത്തിന് മുമ്പിൽ, തന്റെ ഒരു വാക്കിന് മുമ്പിൽ എന്ത് ചെയ്തെടുക്കാൻ പ്രാപ്തിയുള്ള പുരുഷന്മാർ ഇടത്തും വലത്തും നിൽക്കുന്നത് കാണുമ്പോൾ ആ സാഹചര്യത്തെ കണ്ട് മതിമറക്കുകയല്ല. അവൻ പഴയ ആഗ്രഹങ്ങളെ ഓർക്കും. അവൻ പുറകോട്ട് പോയിട്ട് ഞാൻ വിചാരിക്കുന്നു അവന്റെ സിംഹാസനത്തിന്റെ പുറകിൽ ഒരു പാവരിച്ചിട്ടുണ്ട്. ആ കത്തിന്റെ പുറകിൽ ആരും കാണാതെ ഒരു പാവരിച്ചിട്ടുണ്ട്. അവന്റെ നെടുമ്പാട് വീട് കിടന്നുകൊണ്ട് അവനിങ്ങനെ വിളിച്ചു പറയും, ഞാനും എന്റെ ഗ്രഹവും ഇത്രത്തോളം വരുവാൻ ഞങ്ങൾ എന്തുള്ളൂ. ഇന്ന് പകൽ എന്നോട് പോലും പറയാൻ കഴിയുന്നു എത്ര പ്രിയപ്പെട്ടവരുണ്ട്. തലവയത്തി പറഞ്ഞത് ഇത്രത്തോളം വരുവാൻ, ഇത്രത്തോളം വരുവാൻ ഞാനും എന്റെ ഗ്രഹവും എന്തുള്ളൂ. ജീവിതത്തിൽ ഉയർച്ചയാകട്ടെ, ജീവിതത്തിൽ ഉയർച്ചയാകട്ടെ. ഏത് സാഹചര്യങ്ങളിലും ദൈവമുഖത്തേക്ക് നോക്കി പണ്ടത്തെ നാളുകളെ ഓർക്കുക. തകർന്നു പോകാതിരിക്കാനുള്ള ഒരു നല്ല ഉപാധിയാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ എന്ത് ചെയ്തു? ധ്യാനിക്കുന്നു. ഇതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ധ്യാനിച്ചുകൊണ്ട് ഞാനത് ഓർക്കുകയായിരുന്നു. തകർന്ന് തരിപ്പണമായി പോകാം. ദൈവിക ബന്ധവും നഷ്ടപ്പെട്ടു. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും വേറിട്ട് പോകാവുന്നു, അന്യപ്പെട്ടു പോകാവുന്നു. ഇനി എനിക്ക് മുമ്പോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് സാഹചര്യങ്ങൾ അവസാനിപ്പിക്കാവുന്നു. അരിച്ചവരെ പോലെ ഇരുട്ടിൽ പാർത്തിരിക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ മുകളിലോട്ടോ താഴോട്ടോ നോക്കിയാൽ യാതൊരു അനുകൂലമായ പരിസ്ഥിതികൾ കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിന്റെ നടുവിൽ പണ്ടത്തെ നാളുകളെ അയവറക്കാൻ സംഗീതക്കാരൻ തിരിഞ്ഞതുകൊണ്ട്, സംഗീതക്കാരൻ അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് ആ വിഷയത്തിലും അവൻ മറികടക്കുവാൻ പ്രാപ്തനായിട്ടു. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് പറയുന്ന ഒരു തോത്, എപ്പോൾ പ്രതിസന്ധികൾ വരുന്നു, എപ്പോൾ മറികടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുന്നു, ആ നിമിഷത്തിൽ ദൈവത്തിന്റെ മുഴങ്കാൽ മടക്കി ദൈവം കൊണ്ടുവന്ന വഴികളെ അനുസരിക്കുക. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെ ഓർക്കുക. ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന വഴികളെ ഓർക്കുക. നിൽക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് നിർത്തിയത്, ഹല്ലേലൂയ. സംസാരിക്കാൻ ഇടയില്ലാത്ത സ്ഥാനത്ത് സംസാരിക്കാൻ അവസരം ഒരുക്കിയത്, ഹല്ലേലൂയ. ദൈവമേ, ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള കരകയറുമെന്ന് വിചാരപ്പെട്ട എത്രയോ സാഹചര്യങ്ങളുടെ നടുവിൽ രാത്രി അവന്റെ യഹോവയെ ധ്യാനിക്കുവാൻ, ഹല്ലേലൂയ, നാം തയ്യാറായപ്പോൾ എന്റെ പ്രാണനും മറ്റേയും മേധസ്സും കൊണ്ടെന്ന് മോൾ തൃപ്തി വരുന്ന വേറൊരു ഭാഗത്ത് സംഘത്തിന് കരപ്പെട്ടു. ദൈവം നടത്തിയ വഴികളെ വേവറക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രാണൻ ശക്തിപ്പെടുവാനായിട്ട്. അങ്ങനെ താഴോട്ട് വാക്യങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും ദൈവ സാന്നിധ്യത്തെ കുറിച്ച്, ദൈവിക ഇടപെടലുകളെ കുറിച്ച്, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പിലേക്ക് ദാവീദ് വരുന്നതായിട്ട് കാണാൻ കഴിയും. ഞാൻ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഈ ഭാഗത്ത് നിന്ന് ഒരു ഭാഗം കൂടെ ദൈവം എന്നെ പ്രകാശിപ്പിച്ചത് 7-ാമത്തെ വാക്യത്തിൽ, യഹോവേ വേഗം എനിക്ക് ഉത്തരവരണമേ. അടുത്തത് എന്തായിരിക്കുന്നത്? എന്റെ ആത്മാവ് കാക്ഷിക്കുന്നു. അതിലെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. അടുത്തത്, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ. 2 ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന് എന്റെ ആത്മാവ്. നാം എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ്. നമ്മുടെ അകത്തുള്ള ആത്മാവിനെ കുറിച്ച് ദാവീദ് ദൈവത്തോട് പറയുക, എന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? കാക്ഷിക്കുന്നു. വേറെ ഭാഗത്ത് എന്റെ ഉള്ളം നിനക്കായി കാക്ഷിക്കുന്നു. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്റെ ഭാഗത്ത് തനിക്കുള്ള ദൈവത്തോടുള്ള സമർപ്പണം താൻ ഓർപ്പിക്കുകയാണ്. കർത്താവേ, എന്റെ അകത്തെ മനുഷ്യൻ, എന്റെ ശരീരം ശത്രു ഉപദ്രവിച്ച് അവൻ എന്നെ നിലത്തിട്ട് എന്നെ ദുർബലനാക്കി ഞാൻ ക്ഷീണിതനായിരിക്കുക.
എന്റെ മനസ്സ് നാം വായിച്ചതുപോലെ എന്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. അപ്പൊ ദേഹത്തെ കുറിച്ചും പറഞ്ഞു, ദേഹിയെ കുറിച്ചും. ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരിക്കുക. ദേഹിയുടെ അവസ്ഥ എന്താണ്? ദേഹിയും തകർന്നിരിക്കുക, എന്റെ മനം എന്റെ ഹൃദയം. എന്നാൽ നഷ്ടപ്പെട്ടു പോകാത്ത, തളർന്നു പോകാത്ത ഒരകത്തെ മനുഷ്യനിലുണ്ട്, ഒരകത്തെ ആത്മാവിനിലുണ്ട്. നീയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു ഭാഗമുണ്ട്. ദാവീദ് ഉറപ്പോടെ ദൈവത്തോട് പറയുക, എന്റെ ആത്മാവ് നിനക്കായി എന്ത് ചെയ്യുന്നു? കാക്ഷിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, ശരീരം ദുർബലമായാലും, മനസ്സ് ക്ഷീണിച്ചു പോയാലും, ദേഹം ദുർബലമായാലും, ദേഹി ക്ഷീണിച്ചു പോയാലും, ഒരുക്കമുള്ള ആത്മാവുണ്ടെങ്കിൽ അതിനകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചാൽ ഈ ദേഹത്തെ, ഈ ദേഹിയെ ജീവിപ്പിക്കാൻ, ഇതിനെ ശക്തീകരിക്കാൻ, ഇതിനെ ബലപ്പെടുത്താൻ ആ ദൈവത്തിന്റെ ശക്തി നമ്മളെ നിറയും. അതുകൊണ്ട് പുറമേ നാം ക്ഷീണിക്കട്ടെ, പുറമേ നാം തളരട്ടെ, സാഹചര്യങ്ങൾ അനുകൂലമല്ലാതാകട്ടെ, കൂരപ്പോടെ തളയ്ക്കുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിനെ ഇടിച്ചു തകർക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വരട്ടെ. എന്നാൽ അകത്തെ ആത്മാവിൽ ദൈവവുമായി ബന്ധപ്പെടുവാൻ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഒരു വലിയ ജയം പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഒടുവിൽ നാം വായിച്ച ഭാഗം, ദൈവം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. നീ എന്റെ ദൈവം. നിരാശപ്പെടുകയല്ല. സത്യത്തിൽ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ചാൽ ഈ സങ്കീർത്തനം കൊണ്ട് കൺക്ലൂഡ് ചെയ്യേണ്ടത് ഒരു ശൂന്യതയില്ല, ഒരു പരിതാപകരമായ അവസ്ഥയിൽ. എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് പ്രാർത്ഥിക്കാനും വയ്യ, എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതിന് പകരം സങ്കീർത്തനക്കാരൻ തന്റെ ആത്മീക നിലവാരം പുതുക്കിയെടുക്കുകയാണ്. തന്റെ ആത്മീയ നിലവാരം അവൻ പുതുക്കിയെടുക്കുകയാണ്. അവൻ ആത്മീയ നിലവാരം പുതുക്കിയെടുത്തിട്ട് പറയാം, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. കാരണം നീ എന്റെ ദൈവമാകുന്നു. അടുത്തത് സംഘടനക്കാരൻ പറയുന്നത്, നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. അല്ലെങ്കിൽ നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. അതിന്റെ പൊരുളാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇത്രയും ആഴം ദാവീദിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ആരാണോ? ദൈവത്തിന്റെ മക്കളാണ്. മക്കളെങ്കിൽ നമ്മൾ ആരാ? അവകാശികളാണ്. ഒരു പ്രതിസന്ധിക്ക് നമ്മളെ തകർക്കാൻ കഴിയത്തില്ല, ഒരു വെല്ലുവിളിക്ക് നമ്മെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ദൈവാത്മാവിനാൽ നടത്തവർ. ഒറ്റ ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. പുതിയ നിയമത്തിൽ നിന്ന് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അടുത്തത് ആരാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും കൊടുത്തിട്ടില്ല. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും കൊടുത്തിട്ടില്ല. എങ്ങോട്ട് പോകണമെന്ന് ഇവരോട് പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം മാത്രമാണ് ഒരു മലയിൽ നിന്ന് കർത്താവ് പറഞ്ഞതോ. കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം. യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ച് ഭയപ്പെട്ട് അവർ മുറിക്കകത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി അടുത്ത മിനിസ്ട്രി എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. ഈ അടുത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആര് മുന്നിൽ നിൽക്കണമെന്ന് അറിയത്തില്ല. എല്ലാം ഒരു അസന്നിഗ്ധത, ഒരു വ്യക്തതയില്ലാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ അവർ നിന്നപ്പോൾ ഒറ്റ കാര്യം കൊണ്ടാണ് അവരുടെ ചരിത്രം മാറി. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടാൻ വരെ ദൈവം സാഹചര്യം ഒരുക്കിയ ഒറ്റ വിഷയമാ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മാവ് അവരോഹണം ചെയ്യാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ആത്മാവിനെ വിളിച്ചു പറയട്ടെ, ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്, എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്, എല്ലാ പ്രതിസന്ധികൾക്കും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം അവസാനമുണ്ട്. ആത്മാവ് ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്തു. അന്ന് മുതൽ ദൈവസഭ ഭൂമിയിൽ വളരുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ വൈകിവേളയിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം എത്ര പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കും? ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുന്ന, വഴിയത കാണിച്ചു തരുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചന ശബ്ദം കാതിൽ കേട്ടുകൊണ്ട് മുൻപോട്ട് ചുവടുവയ്ക്കും.
നയിക്കുന്ന ഒരാളുവേറെ അനുഭവത്തിന് വേണ്ടി ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ചു തരുന്നുവെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥതയിൽ പറയാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവഹിതത്തിനായി ഒരിക്കൽ കൂടെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥതയിൽ വെച്ച് നിൽക്കാം. കർത്താവേ, ആത്മാവിനാൽ ഒന്നുകൂടെ നയിക്കപ്പെടുവാൻ ആ ശബ്ദം ഒന്നുകൂടെ കേട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രമെന്ന യാത്ര മുൻപോട്ട് തുടരുവാൻ ശത്രുവിനെ ഉപദ്രവിക്കുന്ന എന്റെ ദേഹവും എന്റെ ദേഹിയും ക്ഷീണിച്ചു പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നാലും കർത്താവേ, ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. എന്റെ ദേഹം ദുർബലമായാലും എന്റെ ദേഹി അശക്തമായാലും അതിനപ്പുറമായി ബന്ധപ്പെടുന്ന ഒരാത്മാവിനുള്ളത് കൊണ്ട് ആത്മാവിനാൽ അങ്ങനെ ആത്മാവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ട് എന്നെ നടത്തുന്ന എന്നെ നയിക്കുന്ന ഒരു വലിയ അനുഭവത്തിനാൽ ഇന്ന് രാത്രി ഏൽപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് എല്ലാവരും ദൈവത്തോട് സംസാരിച്ചു തുടങ്ങിയാക്കണേ. നിന്റെ നല്ല ആത്മാവ് എന്റെ നേതൃത്വത്തിൽ നടത്തണമേ. നിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടട്ടെ. ഒരു പുതിയ നടത്തിപ്പ് അടുത്തൊരു പ്രഭാതം എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പുതിയ ആലോചനയോടെ, ഒരു പുതിയ നടത്തിപ്പോടെ, ഒരു പുതിയ ദൈവശബ്ദത്തോടെ മുൻപോട്ട് പോകാൻ എനിക്ക് സന്ധികൾ താല്പര്യമുണ്ട് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഗ്ലോറി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതേ ഇടപെടുന്ന ആളുകളെ നമുക്കോടെ വാണികൾ ചേർന്ന് നമുക്ക് പാടി Viva